ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ ഉയർച്ചയും വീഴ്ചയും കണ്ടും കൊണ്ടും അവസാനം ഐശ്വര്യത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ നക്ഷത്രം. ഈ നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആധികാരിക അടിസ്ഥാനമെന്ന് പറയുന്നത് ധനം, സ്ഥിരത എന്നിവയെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. അതുപോലെ തന്നെ അഷ്ടവസ്തുക്കളാണ് ദേവത. പ്രിയപ്പെട്ടവരെ, ശബ്ദം, പ്രഖ്യാപനം, ശ്രദ്ധ, നേതൃശക്തി ഇവയൊക്കെ തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ ജന്മനാ നേതാവ് അഥവാ ധൈര്യവും തീരുമാനശക്തിയും എടുക്കാനുള്ള ബോധം, നീതിബോധം, അനീതിക്കെതിരെ പോരാടുന്ന മനസ്സ്, സമൂഹത്തിൻ്റെ സ്വാധീനം, പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കഴിവ് ഇവയൊക്കെ തന്നെയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ദോഷ സ്വഭാവങ്ങളെന്ന് പറഞ്ഞാൽ അഹങ്കാരമുണ്ട്, വാക്കിൽ കടുപ്പം കൂടുതലായിരിക്കും, ക്ഷമ കുറവായിരിക്കും, എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം പൊതുവെയുണ്ട്. ബന്ധങ്ങൾ പെട്ടെന്ന് തകരുന്ന സ്വഭാവമാണ്. ഇവരെ തോൽപ്പിക്കുന്നത് ശത്രുക്കളല്ല, സ്വന്തം വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുക. അവിട്ടം നക്ഷത്രത്തിൻ്റെ സാമ്പത്തിക ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ഇവർക്ക് ധനം വരികയും പോവുകയും ചെയ്യും. പണം എളുപ്പത്തിൽ സമ്പാദിക്കും, അതുപോലെ തന്നെ എളുപ്പത്തിൽ ചിലവാക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അവിട്ടം നക്ഷത്രക്കാർ. ജീവിതത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓരോ വീഴ്ചയ്ക്ക് ശേഷവും മുമ്പത്തേക്കാൾ ശക്തമായി ഉയർന്നു പൊങ്ങിപ്പറക്കുന്ന രീതിയാണ് അവിട്ടം നക്ഷത്രക്കാർ വെച്ചു പുലർത്തുന്നത്. അനുയോജ്യമായ മേഖലകളൊക്കെ പറയുകയാണെങ്കിൽ ബിസിനസ്, കമ്മീഷൻ ഏജൻറ്റ്, ബ്രോക്കർ പണി, മീഡിയ, യൂട്യൂബ്, പ്രസംഗം, സംഗീതം, കല, രാഷ്ട്രീയം, സർക്കാർ കരാറുകൾ ഇവയൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായ മേഖലകളാണ്. പണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇവർക്ക് കോടീശ്വര യോഗം ഉറപ്പാണ് എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചിന്തിച്ചാൽ സ്കൂൾ ജീവിതത്തിൽ ശ്രദ്ധക്കുറവ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പ്രായോഗിക വിഷയത്തിൽ മികവ് പുലർത്തും. ടെക്നിക്കൽ, IT മേഖല, എഞ്ചിനീയറിംഗ്, പോലീസ്, സൈന്യം, ഫയർഫോഴ്സ്, പഠനം ഇവയിലൊക്കെ തന്നെ തുടങ്ങാം. പക്ഷേ ജീവിത പാഠങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുടക്കവും വന്നേക്കാം. അധികാരസ്ഥാനങ്ങൾ, സർക്കാർ സേവനം, രാഷ്ട്രീയ സംഘടനകൾ, ക്ഷേത്ര കമ്മിറ്റികൾ, അഡ്മിനിസ്ട്രേറ്റർ, സ്വന്തം സംരംഭം എന്നിവയാണ് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായി മാറുന്ന മേഖലകൾ. ബോസായി നിൽക്കാൻ പറ്റും, കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം എടുത്തു പറയണം. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബഭാരം ഏറ്റെടുക്കുന്ന നക്ഷത്രമാണ്. ബാല്യത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങളേക്കും, കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പരസ്പരം അകലം വരും, മനസ്സിലാക്കാൻ താമസം വരും. പക്ഷേ ഐക്യമുണ്ടായാൽ അവസാനം കുടുംബത്തിൻ്റെ തണലായി മാറുന്നതും അവിട്ടം നക്ഷത്രക്കാർ തന്നെയാണ്. മാതാപിതാക്കളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പിതാവുമായി കർമ്മബന്ധം ശക്തമായിട്ടുണ്ടാകും, പിതാവിനോട് വിയോജിപ്പുണ്ടാകും, അതുപോലെ തന്നെ അകലമുണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ പിന്തുണ നിർണായകമാണ്. പിതൃക്കളുടെ കർമ്മം ചെയ്താൽ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായി മാറുമെന്നുള്ളതും എടുത്തു പറയണം. പിതൃപൂജ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്നൊരു താക്കോലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതികൾക്ക് അതൊരു കാരണമായി തീരുന്നതാണ്. കുട്ടികളായിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ബുദ്ധിമാന്മാരും ധൈര്യശാലികളും വിദേശ വിദ്യാഭ്യാസ യോഗമുള്ളവരും ആയിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾ. അച്ഛനോട് ആദ്യം എതിർപ്പ് തോന്നും, പക്ഷേ പിന്നീട് അതേ കുട്ടികൾ ഏറ്റവും വലിയ അഭിമാനികളായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിച്ച ഏറ്റവും നല്ല നക്ഷത്രങ്ങൾ താഴെ പറയാം. ഉത്രാടം, തിരുവോണം, രേവതി, പൂരം, മകയിരം, അശ്വതി എന്നിവയും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തൃക്കേട്ട, മൂലം, ഭരണി, പൂയം, വിശാഖം എന്നിവയുമാണ്. വൈകിയ വിവാഹമായിരിക്കും ഇവർക്കുണ്ടാകുക. അതുതന്നെയാണ് ഇവർക്ക് നല്ലത് എന്ന് കാണുന്നുണ്ട്. ചെറുപ്പത്തിൽ വിവാഹമുണ്ടായാൽ തീർച്ചയായും കലഹത്തിനുള്ള സാധ്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് തിരുവോണം, ഉത്രാടം, പൂരം, ഉണർതം, അനിഴം എന്നിവയും.
അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തൃക്കേട്ട, മൂലം, ഭരണി, മകയിരം എന്നിവയുമാണ്. വിവാഹ ജീവിതത്തിൽ പരസ്പരം അധികാര തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ജീവിതത്തിൽ ബഹുമാനമുണ്ടാകും. അതുപോലെ ധനമുയരുമ്പോൾ ദാമ്പത്യത്തിൽ സ്ഥിരതയും വരുമെന്ന് കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായും 35-നും 42-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ, അതായത് അവരുടെ വയസ്സാണ് പറയുന്നത്, 32-നും 42-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും ഇവർക്കൊരു കോടീശ്വര യോഗം പൊതുവെ പറയുന്നുണ്ട്. അത് ശക്തമായ യോഗമാണ്. ഭൂമിയും ബിസിനസ് സംബന്ധമായും രാഷ്ട്രീയമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഇതിന് വഴിവെക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും കോടീശ്വരനാവില്ല, പക്ഷേ വീണുയർന്ന കോടീശ്വരനാകാനുള്ള യോഗമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. 2026 അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പഴയ കർമ്മങ്ങളുടെ ഫലം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കടങ്ങൾ തീരാൻ തുടങ്ങും. ജോലിയിലും ബിസിനസ്സിലും സ്ഥിരതയുണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ ശമിക്കും. ആത്മീയതയിലേക്ക് മനസ്സ് പാഞ്ഞു പോകുന്നതായി അനുഭവപ്പെടും. വാക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ലഭിക്കേണ്ട നേട്ടങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇവയാണ് പൊതുവെ പറയുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതുഫലം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മുതൽ മാർച്ച് വരെ പരിശോധിക്കുകയാണെങ്കിൽ മാനസികമായ സമ്മർദ്ദത്തിന് സാധ്യത കാണുന്നുണ്ട്. പരസ്പര സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ചെറിയ ചിലവുകളൊക്കെ ഉണ്ടാകാം. പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ കുത്തിപ്പൊക്കി ആരെങ്കിലുമൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. ശ്രദ്ധിക്കുക. ജീവിതം വളരെ വിലപ്പെട്ടതാണെന്നും സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ ജോലിയിൽ വഴിത്തിരിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായ മെച്ചമുണ്ടാകും എന്നും കാണുന്നുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ സാമൂഹ്യമായ അംഗീകാരം ലഭിക്കും. അധികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ മാസങ്ങളുടെ പ്രത്യേകത. അതുപോലെ തന്നെ വർഷാവസാനമായ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിലും ധനസംബന്ധമായ കാര്യങ്ങളിലൊക്കെ സ്ഥിരതയുണ്ടാകും. ജോലിക്കാര്യത്തിൽ സ്ഥിരതയുണ്ടാകും. കുടുംബത്തിൽ സുഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ആത്മീയമായ സമാധാനം നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു സമയമാണ്. അവിട്ടം നക്ഷത്രം വീഴുന്നില്ല. വീണാൽ താളം പിടിച്ച് വീണ്ടും എഴുന്നേൽക്കുന്നൊരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. ധനം നഷ്ടപ്പെട്ടാലും ധൈര്യം നഷ്ടപ്പെട്ടാലും അവസാനം സ്വയം വിജയിച്ചു വരുന്നൊരു ചരിത്രമാണ് അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ക്ഷമ, വിനയം, പിതൃസ്മരണം ഇവ മൂന്നും കൈവശം വെച്ചാൽ തീർച്ചയായും അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു രാജയോഗമാണ് എന്ന് പറയാം. പ്രിയപ്പെട്ടവർ, 2026 അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഓം ശിവഗിരി ശിഖരാഗിരേ ദിവ്യപത്മാസനസ്ഥം ഭരതം അഭയഹസ്തം പാപവിധ്വംസപാദം സുജന നികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നവമി നാരായണാക്കി. നന്ദി, നമസ്കാരം.